ബോംബ് ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ തേനീച്ചയുടെ ആക്രമണം. കളക്ടർക്കും സബ് കളക്ടർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിചാരിതമായ സംഭവമെന്നും തേനീച്ചക്കൂടുകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അനുകുമാരി വ്യക്തമാക്കി. പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് ഭീഷണി സന്ദേശത്തിന് സമാനമായ സന്ദേശം ഉച്ചയോടെയാണ് തിരുവനന്തപുരം കളക്ടർക്ക് ലഭ്യമായത്. വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. മുഴുവൻ ജീവനക്കാരെയും കെട്ടിടത്തിന് പുറത്തേക്ക് മാറ്റിയായിരുന്നു പരിശോധന നടത്തിയത്. ഇതിനിടെയാണ് കളക്ടറേറ്റ് വളപ്പിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകി വീണത്. തേനീച്ച ആക്രമണത്തെ തുടർന്ന് KSRTC ബസ്സിലും കളക്ടറുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കയറിയാണ് ഭൂരിഭാഗം പേരും കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. ഗുരുതരമല്ലെങ്കിലും ബോധമില്ലായിരുന്നു. പിന്നെ ശ്വാസം മുട്ട് വന്ന് ബോധരഹിതനായിട്ടാണ് ഹോസ്പിറ്റലിൽ കയറിയത്. സബ് കളക്ടർക്കും പോലീസുകാർക്കും കളക്ടറേറ്റ് ജീവനക്കാർക്ക് പുറമെ മാധ്യമപ്രവർത്തകർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രി, പേരുക്കട ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടി. ഈ പറഞ്ഞ പോലെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചിലപ്പം ഇളകാൻ സാധ്യതയുണ്ട്. ലേസറോ മറ്റെന്തെങ്കിലും സൗണ്ട് കേട്ടത് ഇളകിയതാണ്. അതേസമയം ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കളക്ടറേറ്റിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ഇതിനകം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.